ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയെ സ്വീകരിക്കുകയാണ് ഗ്രേസിയും മകളും കൂടിയിട്ടോ. അങ്ങനെ ഈ സമയം ദേവയാനി അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാണ്. പക്ഷേ ദേവയാനി ആണെങ്കിൽ ഒളിഞ്ഞു നിന്ന് ഇങ്ങനെ നയനയെ നോക്കുകയാണ് കേട്ടോ. പക്ഷേ നയന അത് കണ്ണിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ നയന കണ്ണിൽ പെടാത്തതുപോലെ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി നയനെ ഇങ്ങനെ നോക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ ഒരുപാട് ഇങ്ങനെ മറഞ്ഞു നിന്നത് നയനെ കാണുന്നുണ്ട്. അങ്ങനെ ഗ്രേസിയും മകളും വന്നിട്ട് പറയാണ്, മേഡത്തിന് ഇതാ ജ്യൂസ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അല്ല, എൻ്റെ അമ്മായിമ്മ ഇവിടെയോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ അമ്മായിമ്മയെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പുറത്തിരിപ്പുണ്ട് എന്ന് പറയാണ് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പോരുവിളി അങ്ങനെയാണല്ലോ, അതുകൊണ്ട് നിൻ്റെ മുന്നിലോട്ട് വരാൻ നിൻ്റെ അമ്മായിമ്മക്ക് ചെറിയൊരു മടിയുണ്ട് എന്ന് ഗ്രേസിയും പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന നയന അങ്ങനെയാണോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അല്ല, എൻ്റെ അമ്മായിമ്മക്കും ഈ ഒരു പരിപാടിയിൽ പങ്കുണ്ടോ? എൻ്റെ അമ്മായിമ്മ പറഞ്ഞിട്ടാണ് എനിക്ക് അവാർഡ് തരുന്നത്. അതെന്താ മേഡം അങ്ങനെ ചോദിക്കുന്നത്? മേഡത്തിന് അർഹപ്പെട്ട ആ ഒരു അവാർഡാണ് ഞങ്ങൾ തരുന്നത്. ആര് പറഞ്ഞിട്ട് അങ്ങനെ അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗ്രേസിയുടെ മകൾ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ദേവയാനി നിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ്. ഈശ്വര, ഇവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ, ഇവളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ ദേവയാനി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ ആ ഒരു മരുമകളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ദേവയാനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ ദേവയാനിയുടെ അടുത്തോട്ട് ഗ്രേസി പോവാണ്. ഗ്രേസി തന്നിട്ട് പറയാണ്, നിൻ്റെ മരുമകൾക്ക് എന്തൊക്കെ സംശയമുള്ളത് പോലെയുണ്ട്, നിന്നെ തന്നെ ചോദിക്കുന്നു, നിൻ്റെ വിശേഷങ്ങൾ തന്നെ പറയുന്നു, ഈ ഒരു അവാർഡ് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ അവൾ ചോദിച്ചപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് പതറിപ്പോയി. എന്തായാലും അവൾക്ക് സംശയം തോന്നാത്ത വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയണ കേട്ടോ. അങ്ങനെ ദേവയാനിയും ഗ്രേസിയും തമ്മിൽ സംസാരിക്കുന്നത് നയനെ അങ്ങനെ പതുക്കെ ആരും അറിയാതെ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഗ്രേസി പറയുന്നുണ്ട്, നല്ലൊരു കൊച്ചാണ്, നല്ല സ്നേഹമുള്ളവളുമാണ്, അവൾ കാരണമാണല്ലോ നീ ഇപ്പോൾ ലിവർ തന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ദേവയാനി ഇനി മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല, അവളുമായി നീ അങ്ങ് സ്നേഹിച്ചോ. ഞാൻ പറഞ്ഞല്ലോ ഗ്രേസി നിന്നോട് എൻ്റെ വീട്ടിലെ സാഹചര്യം എന്തൊക്കെയാണെന്ന്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഭർത്താവ് എൻ്റെ മകനും എന്നെ പറ്റിച്ചാണ് ഈ ഒരു ലിവർ തന്നത്. നയനയാണ് എനിക്ക് ലിവർ തന്നത് എന്നുള്ള സത്യം അവർ എന്നിൽ നിന്നും മറച്ചു വെച്ച് എന്നെ വിഡ്ഢിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് ചെറിയൊരു ശിക്ഷ ഞാൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള സത്യം ഇങ്ങനെ പറയാനായിട്ടാ. അപ്പോൾ നയനക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. ഈശ്വര, എൻ്റെ അമ്മ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഒളിഞ്ഞു മറിഞ്ഞു എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗ്രേസിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഗ്രേസി എൻ്റെ മകളെ വലിയൊരു ഉയർച്ചയിലോട്ട് എത്തിക്കണം, കാരണം എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആദർശ് കൈപിടിച്ച് കൊണ്ടുവന്നപ്പോൾ അവൾ അറിയാതെയാണ് ആദർശിൻ്റെ ഭാര്യയെങ്കിലും കൂടി, അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരുപാട് നോവിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാരി എൻ്റെ വീട്ടിലെ പലവരുമാണ്. പക്ഷെ അന്ന് ജാനകിയായിരുന്നു സ്നേഹിച്ചിരുന്നത്. ഇന്ന് എൻ്റെ മരുമകളെ അവൾ പോലും സ്നേഹിക്കുന്നില്ല. അവൾ എൻ്റെ മരുമകൾ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല, അവൾ എൻ്റെ മകൾ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഗ്രേസി, എനിക്ക് അവളെ ഉയരങ്ങളിലോട്ട് എത്തിക്കണം. ഫ്ലോറിംഗ് കമ്പനിക്കൊക്കെ ഈ പരസ്യങ്ങൾ അയച്ചു കൊടുത്ത് അവൾക്ക് എത്രത്തോളം അവാർഡും അവൾക്ക് എത്രത്തോളം പേരും പ്രശസ്തിയും നേടിക്കൊടുക്കാൻ കഴിയും അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവുന്നു കേട്ടോ. തൻ്റെ അമ്മ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഈ സമയം ഗ്രേസി അല്ല നയന മേഡം എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാഫുകൾ പറയാണ്, അവിടെ ഇവിടെ കണ്ടിരുന്നു, കുറച്ച് അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടു. അപ്പോൾ ഗ്രേസി തിരഞ്ഞു വരികയാണ് കേട്ടോ. അപ്പോൾ നയനയുടെ കണ്ണ് നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കും ഗ്രേസിയുടെ മകൾ കാണുന്നത് കേട്ടോ. അപ്പോൾ തന്നെ എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ് നയനയോട്. അപ്പോൾ നയന പറയണേ, ഒന്നുമില്ല, ഇവിടെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഒരുക്കങ്ങൾ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. ആരും നിങ്ങളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതുപോലെ. അതെന്താ മേഡം അങ്ങനെ പറഞ്ഞത്? അല്ല, എനിക്കങ്ങനെ ഒരു തോന്നൽ, സത്യത്തിൽ ഇത് എൻ്റെ അമ്മായിമ്മയാണോ എനിക്കിത് ചെയ്തു തന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഗ്രേസിയുടെ മകളൊന്ന് പതറുന്നുണ്ട് കേട്ടോ. അവിടെ അവാർഡിനുള്ള നേരമായി, നമുക്ക് അവാർഡ് ആ ഒരു ഫംഗ്ഷന് ആ ഒരു പ്രോഗ്രാം അങ്ങ് കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ആയിക്കോട്ടെ എന്ന് പറയണം കേട്ടോ. പിന്നീടാണെങ്കിലോ നയനയെ കാത്തിട്ട് ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ ദേവയാനി നിൽക്കുന്നുണ്ട്. ദേവയാനിയാണെങ്കിൽ തൻ്റെ മകൾക്ക് അവാർഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ തൻ്റെ മകൾക്ക് ആ അവാർഡിന് ഒപ്പം ആ മാല ഇട്ട് കൊടുക്കുന്നതും ഒക്കെ ഒളിഞ്ഞു നിന്ന് കാണാനാണ് ദേവയാനി ഇഷ്ടപ്പെടുന്നത്. ലൈവായി തന്നെ ഈ പ്രോഗ്രാം എല്ലാവർക്കിടയിൽ എത്തിക്കാനും ദേവയാനി ഈ ഒരു ഗ്രേസിയോട് മകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ദേവയാനി അവിടെ ഇങ്ങനെ സൈഡായി മറിഞ്ഞു നിൽക്കുന്നത് നയന ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ദേവയാനി കണ്ടിട്ടില്ലെന്ന വിചാരത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നയന ഒരുപാട് സന്തോഷവാദിയായി. തൻ്റെ അമ്മ തനിക്ക് വേണ്ടി ഒരുക്കിയ ആ ഒരു സമ്മാനം അത് താൻ പുറംകാല് കൊണ്ട് തട്ടിയതല്ല, തൻ്റെ അമ്മയെ കൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയിപ്പിക്കാൻ താൻ ചെറിയൊരു നാടകം നടത്തിയതാണല്ലോ. അതുകൊണ്ട് തന്നെ ദേവയാനി അങ്ങനെ മറിഞ്ഞു നിൽക്കുന്നത് നയന ശ്രദ്ധിച്ചും കൊണ്ട് നയന അവാർഡ് ഫംഗ്ഷനിലോട്ട് കയറാൻ കേട്ടോ. അപ്പോൾ ഈ സമയം
നമ്മുടെ നാടിനും നാട്ടുകാർക്കൊക്കെ വിലമതിക്കുന്ന ഒരു പെൺകുട്ടിയാണിത്. ഈ ഒരു വീട്ടമ്മ എന്നുള്ള ആ ഒരു പെൺകുട്ടിക്ക് എന്തിനും കഴിയുമെന്നുള്ളതും പല പ്രചോദനമാണ് ഇവളിൽ നിന്ന് നമുക്ക് പഠിക്കാനിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ ഉറക്കെ ഉച്ചത്തിൽ ഇങ്ങനെ ഗ്രേസി വിളിച്ച് പറയാൻ കേട്ടോ. അങ്ങനെ ഗ്രേസി തൻ്റെ മരുമകൾ, അതായത് ദേവയാനിയുടെ മരുമകളായി നിൽക്കുന്ന നയനയെ എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം വലിയ വലിയ വാക്കുകൾ കൊണ്ട് ഉയർത്തി തന്നെ ദേവയാനിക്ക് മുന്നിൽ ഇങ്ങനെ നയനയെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയന മേഡത്തിന് ഈ അവാർഡ് വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നയനക്ക് ആ അവാർഡൊക്കെ കൊടുക്കണം കേട്ടോ. പിന്നീട് ഈ സംഘാടകരുടെ വക ഒരു ഗിഫ്റ്റും നയന മേഡത്തിനുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം നയന ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്ത് ഗിഫ്റ്റാണ് തനിക്ക് തരാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ താൻ മാഗസിനിൽ കണ്ട ആ ഒരു മാലയാണ് കേട്ടോ തനിക്ക് മുന്നിൽ കാണിക്കുന്നത്. അത് കാണുന്നതിനോട് കൂടി നയനക്ക് മനസ്സിലായി ഈ ഒരു മാഗസിനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മാലയാണ് ഇതെന്ന് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ ആ സത്യം എൻ്റെ അമ്മ മനസ്സിലാക്കി, എനിക്ക് എൻ്റെ അമ്മ നൽകിയതാണെന്നുള്ള ആ സത്യം നയന മനസ്സിലാക്കണം കേട്ടോ. പിന്നീട് നയന ദേവയാനിയുടെ ആ ഒരു ഭാഗത്തോട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ദേവയാനിയാണെങ്കിൽ ഇതെല്ലാം നിറകണ്ണുകളോടുകൂടി കാണുകയാണ്. തൻ്റെ മകൾക്ക് എന്ത് ചെയ്താലും തനിക്ക് മതിവരില്ല എന്നുള്ള ആ ഒരു ഇതോടുകൂടി ഇങ്ങനെ കാണുക കേട്ടോ. പിന്നീട് നയനയോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി അവിടെ ആവശ്യപ്പെടുകയാണ് ഗ്രേസിയും മകളോട്ടോ. അപ്പോൾ നയനയാണെങ്കിലോ ദേവയാനിയെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കി നയന പറയാണ്, എനിക്ക് ഈ അവാർഡിനൊന്നും ഞാൻ ഒരിക്കലും അർഹമായവളല്ല. പക്ഷേ എനിക്ക് ഈ അവാർഡ് എല്ലാം കിട്ടാനുള്ള കാരണം എൻ്റെ ആദർശേട്ടൻ്റെ അമ്മയാണ്. വീട്ടിൽ അടങ്ങി കൂടേണ്ടവളാണ് ഞാൻ. കല്യാണം കഴിഞ്ഞ ഒരുപാട് പെൺകുട്ടികൾ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം പുറത്തൊരു ജോലിയെടുക്കാൻ സമ്മതിക്കാത്ത അമ്മായിമ്മമാരും ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ട്. അതിലെനിക്ക് ഏറ്റവും നന്ദി പറയേണ്ടത് എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ എൻ്റെ അമ്മായിമ്മയോടാണ്. എൻ്റെ അമ്മായിമ്മ കാരണമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ലോകം അറിയപ്പെടാൻ പോകുന്നത്. എൻ്റെ അമ്മായിമ്മ കാരണമാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയതും എൻ്റെ അമ്മായിമ്മ കാരണമാണ് എനിക്ക് ഈ നെക്ലേസ് കിട്ടിയതും ഒക്കെ. ഈ സമ്മാനത്തിനൊക്കെ അർഹമായത് ഞാനല്ല, എൻ്റെ അമ്മായിമ്മയാണ്. അതുകൊണ്ട് എനിക്കിവിടെ ഈ സ്റ്റേജിൽ എല്ലാവർക്കും മുന്നിൽ രണ്ട് വാക്ക് പറയണം. എൻ്റെ അമ്മായിമ്മയായ ദേവയാനി മേഡത്തിനെ ഒന്ന് സ്റ്റേജിലോട്ട് വിളിക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നാൽ ഈ സമയം എല്ലാവരും അമ്പരപ്പിച്ചും കൊണ്ട് നയനയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ദേവയാനി പോലും ഞെട്ടിപ്പോവാണ്. ഇതേ സമയം ദേവയാനിയാണെങ്കിലും മറിഞ്ഞു നിൽക്കുന്ന ദേവയാനിക്ക് പുറത്ത് വരേണ്ടി വരികയാണ്. അങ്ങനെ ദേവയാനി പതുക്കെ ഇങ്ങനെ വരുമ്പോൾ അമ്മയെ കൊണ്ട് തന്നെ ഇന്ന് ഞാൻ സത്യം പറയിപ്പിക്കും. അമ്മ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ മകളാണ് നീ എന്നും എനിക്ക് ഇഷ്ടപ്പെട്ട മകളാണെന്നും ലിവർ തന്ന സത്യം അമ്മ അറിഞ്ഞെന്നും ഒക്കെ ഞാൻ എല്ലാവർക്കും മുന്നിൽ പറയിപ്പിക്കുമെന്നുള്ള ആ ഒരു ഇതോടുകൂടി നയന ഇങ്ങനെ ദേവയാനിയുടെ ചുവടുവെപ്പ് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ദേവയാനിയാണെങ്കിലോ ഈശ്വര ഇവള് ഇങ്ങനെയൊക്കെ എന്നെ പറയാൻ ഇവള് ഒരുപക്ഷെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രേസിയുടെ മകളോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ആ കൊച്ചിൻ്റെ സംസാരത്തിൽ എല്ലാ സത്യങ്ങളും അവൾ അറിഞ്ഞിരിക്കുന്നത്. ഈ അവാർഡ് ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ദേവയാനി എന്ന് അവൾ അറിഞ്ഞിട്ടാണ് ദേവയാനിയെ വിളിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അല്ലമ്മ ആ കുട്ടിയുടെ സ്വഭാവം അങ്ങനെയാണ്. അതിനെ എത്ര ദേവയാനി മാഡം ദ്രോഹിച്ചാലും അവൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയാണല്ലോ ലിവറും കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയണേ. അങ്ങനെ ദേവയാനി വന്ന ഉടൻ തന്നെ ദേവയാനിയെ കാണുമ്പോൾ നയന പറയണേ, ഈ ഒരു പൊന്നാടയും ഈ ഒരു അവാർഡും ഒക്കെ സ്വീകരിക്കാൻ അർഹമായത് എൻ്റെ അമ്മയായ ആദർശത്തിൻ്റെ അമ്മക്കാണ് എന്ന് പറഞ്ഞിട്ട് ആ പൊന്നാട ദേവയാനിക്ക് ഇട്ടുകൊടുക്കലും പിന്നീട് ആ അവാർഡ് കൊടുക്കലും പിന്നീട് ഈ ഒരു നെക്ലേസ് എൻ്റെ അമ്മയാണ് അണിയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ നെക്ലേസ് ദേവയാനി കണിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇതേ സമയം ദേവയാനിയുടെ ഉള്ളിൽ അങ്ങനെ പുറത്തോട്ട് അഭിനയിച്ച് നടക്കുന്ന ആ വെറുപ്പുണ്ടല്ലോ അതങ്ങ് ഇല്ലാതാവാണ്. പിന്നീട് ദേവയാനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ നയനയാണെങ്കിലോ ദേവയാനിയുടെ അരികത്തോട്ട് ചെല്ലാണ്. അമ്മ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മോളെ എന്നാലും എൻ്റെ മോള് എന്ന് പറയുമ്പോഴേക്കും, അമ്മേ ഞാൻ മനസ്സിലാക്കി എൻ്റെ അമ്മ എന്നെ മറഞ്ഞു നിന്ന് എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ലെന്ന് അമ്മ കരുതിയോ? എനിക്കെല്ലാം മനസ്സിലായി അമ്മേ, മതി. എന്തിനാണ് അമ്മേ ഈ ഒളിച്ചോട്ടം? എന്തിനാണ് അമ്മേ ഈ ഒളിഞ്ഞു നിൽക്കൽ? ഇനി എന്നെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഞാൻ അറിഞ്ഞ് സ്നേഹിച്ചൂടെ എന്നിങ്ങനെ നേനെ ചോദിക്കുമ്പോൾ ഗ്രേസിയും മകളും പറയണേ, ശരിയാണ് ദേവയാനി, നിൻ്റെ മരുമകൾ നിന്നെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ അവളെ ഇനി എല്ലാവർക്കും മുന്നിൽ സ്നേഹിച്ചോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ദേവയാനി കണ്ണുകളൊക്കെ തുടച്ചിട്ട്, എൻ്റെ പൊന്നുമോളെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഈ അമ്മ നിൻ്റെ കാൽ പിടിക്കാനും തയ്യാറാണ്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള വാശി അതെന്തെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എന്നെ കോമാളിയെ പോലെ കബളിപ്പിച്ചില്ലേ? നീയാണ് ലിവർ തന്നിട്ട് എന്ന് എന്നോട് ആദർശൻ്റെ അച്ഛനൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ല. എന്നിട്ടും ലിവർ തന്നിട്ട് നിന്നെ ഞാൻ എത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട്, എന്തെല്ലാം വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞപ്പോൾ നിങ്ങളെയൊക്കെ ഒന്നിട്ട്
പറ്റിക്കണമെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് എൻ്റെ മോളെ ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതി. ഞാനും നീയും അമ്മായിമ്മയും മരുമകളും ഒന്നിച്ചു എന്നുള്ള സത്യം വീട്ടിലെ ആരും അറിയരുത്. ആദർശും അതുപോലെ തന്നെ ആദർശിൻ്റെ അച്ഛനും അറിയരുത്. എന്നിട്ട് വേണം ആ അനന്തപുരിയിലെ പെണ്ണുങ്ങൾക്കൊക്കെ കുറച്ച് തിരിച്ചടികൾ കൊടുക്കാനുണ്ട്. അതിന് സമയമായാൽ ഞാൻ നിന്നോട് പുറത്ത് പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മായിമ്മയും മരുമകളും ഒരുമിക്കുന്ന ആ കിടുക്കൻ സീനാണ് വന്നിരിക്കുന്നത്.